നമ്മൾ ഈ സദസ്സിൽ വന്നപ്പോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ പുകഴ്ത്തിയില്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആശംസ പറഞ്ഞില്ലേ? അല്ലാഹു അവന്റെ പ്രത്യേകമായ കാവൽ അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിനും നമ്മുടെ രാജ്യങ്ങൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിനെ ആദരിക്കുന്ന വലിയ പരിപാടി, ആ ഖുർആനിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന പരിപാടി, ഖുർആൻ പഠിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന പരിപാടി, അതിന്റെ പുറമെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതി, അങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലേ? നന്മയുടെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ലേ? ആരെ സ്നേഹിക്കുമ്പോഴും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, സാലിഹീങ്ങളെ സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു, സജ്ജനങ്ങളുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ സജ്ജനങ്ങളുടെ കൂടെ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സജ്ജനങ്ങളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ നമ്മൾ വിസ്മരിക്കുന്നില്ല. മുൻകഴിഞ്ഞ മഹാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും കൂട്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان. നമുക്കും പുറത്തു തരണം അല്ലാഹ്, ഞങ്ങളെ മുൻഗാമികൾക്കും പുറത്തു തരണം അല്ലാഹ്. അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാ മുഅ്മിനീങ്ങളെയും സ്നേഹിക്കുന്നു. മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിമു മൻ സലിമൻ നാസു ബിൽ ലിസാനിഹി വയദിഹി. മനുഷ്യന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അതേ, മറ്റുള്ളവർ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. നമ്മുടെ നാവ് കൊണ്ട് ആരെയും ഗീബത്ത് പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും ദുഷിക്കരുത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കൽ നമ്മുടെ ഡ്യൂട്ടിയല്ല. നമ്മളെപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആശയം നമ്മെ പഠിപ്പിച്ചില്ലേ? ഓ മോനെ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. നീ ആരും ഇഷ്ടപ്പെടാത്തത് പറയുന്നവനാകരുത്, ഗീബത്ത് പറയുന്നവനാകരുത്, ഒരിക്കലും തന്നെ നീ ഏഷണി പറയുന്നവനാകരുത്, മറ്റൊരാളെ കുറ്റവും കുറവും ചുഴന്നന്വേഷിക്കാൻ പോകുന്നവനാകരുത്. നീ ആരെപ്പറ്റിയും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കുന്നവരാരാണ്? അതേ, ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ എന്തും ഉപകാരത്തിന് കൊള്ളുകയുള്ളൂ. മനസ്സൊന്ന് ക്ലിയറാക്കണം. ആരോടും വിദ്വേഷം വെക്കാത്ത മനസ്സ്, ആരോടും വെറുപ്പില്ലാത്ത മനസ്സ്, ആരോടും തന്നെ വൈരാഗ്യം വെക്കാത്ത മനസ്സ് അല്ലേ ഖുർആൻ അതിലേക്കല്ലേ നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടല്ലേ ഖുർആൻ വിവരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 3 പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടോ? ഗ്രീൻ ചാനലിലൂടെ നിങ്ങൾക്ക് മഹ്ശറയിൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം. നിങ്ങൾക്കതാ ഗ്രീൻ ചാനലിലൂടെ പോകാം. അഥവാ നിങ്ങൾക്ക് കണിശമായ വിചാരണയില്ല, വളരെ പെട്ടെന്ന് സ്വർഗത്തിലെത്താം. എന്താണ് ആ 3 കാര്യം? നിനക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തടഞ്ഞു വെച്ചവൻ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക, നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വേഗം രക്ഷപ്പെടണോ? 3 കാര്യം ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
ഒന്നെന്താ പറഞ്ഞു? തുഅ്തീമൻ ഹറമക്, തടഞ്ഞവന് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ തൽക്കാലം 1000 ദിർഹം കടം ചോദിച്ചു, തന്നില്ല. അദ്ദേഹം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു, നമുക്കല്ല നിഅമത്ത് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ 2000 ദിർഹം കടം ചോദിച്ചിരിക്കുന്നു, കൊടുക്കുക. തുഅ്തീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. വതസ്ലു മൻ ഖതഅക്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. നാട്ടിൽ പോകുമ്പോ നമ്മളോടൊന്നും പറയാതെ പോയി. കാരണം പെരുന്നാളിനോടനുബന്ധിച്ച് ഭാര്യക്കൊരു തുണി കൊടുത്താൽ എടുക്കേണ്ടി വരും, അത് പേടിച്ചിട്ട് പറയാതെ പോയതാണ്. അതെ, ഇനി നമ്മൾ വലിയ പെരുന്നാളിന് നമ്മളും പോകുന്നുണ്ട്, അപ്പം പകരം വീട്ടാമെന്ന മനസ്സ് വേണ്ട. പോകുമ്പോ നേരത്തെ തന്നെ പറഞ്ഞിട്ട് പോവാ. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. ജനങ്ങൾ പിഴച്ചു പിഴച്ചെവിടെ എത്തി? ഞാനിക്കൊല്ലം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ ഞാൻ ഏതായാലും പോകാനങ്ങ് തീരുമാനിച്ചു. എന്താ കാരണം? എന്റെ അയൽവാസി ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് എന്റെ വീട്ടിൽ കാരക്കയും വെള്ളവും തരാതെ അപ്പുറത്തെ വീട്ടിലേക്ക് എന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് കൂടി കൊടുത്തയച്ചു. ഇക്കൊല്ലം തന്നെ പകരം വീട്ടണമെന്ന് ഞാനും ചിന്തിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന്മാർ വരെ ഇല്ലേ ലോകത്ത്? ഓ മനുഷ്യ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കരണം. നിന്നോട് അക്രമം ചെയ്തവന് നീ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. സ്വർഗ്ഗം അല്ലാഹു തയ്യാർ ചെയ്തത് മുത്തഖീങ്ങൾക്കാണ്. വസഅരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അതേ, ഭക്തിയുള്ളവർക്കാണ് സ്വർഗം. എവിടെയാണ് ഭക്തി? അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഭക്തി മനുഷ്യന്റെ മനസ്സിലാണ്. മനസ്സ് ക്ലിയർ ആകണം, മനസ്സ് നന്നാകണം, അവിടെയാണ് മനുഷ്യന്റെ വിജയം. എന്നാൽ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടോ? الذين ينفقون في السراء والضراء, അവർ നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. വല്ലറാ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ്. മനസ്സിന് സന്തോഷമുണ്ടായാലും നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർ, മനസ്സിന് ദുഃഖമുണ്ടായാലും നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, ദേഷ്യം വന്നാൽ വാശി കൂട്ടൂല, ദേഷ്യം വന്നാൽ അത് മൂടി വെക്കുന്നവർ. والعافين عن الناس, ജനങ്ങൾ തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുന്നവർ. അവരല്ലേ സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളായി അല്ലാഹു പ്രത്യേകം വിശേഷണം പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ സംസ്കരണം. മനസ്സിൽ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ തുനിയണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക, നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക. എന്നാൽ നിന്റെ ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായി മാറുന്നത് കാണാം. പക്ഷേ അത് നല്ല ഭാഗ്യമുള്ളവർക്ക് ആ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയൂ. സഹോദരാ, കണ്ടില്ലേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളെ സ്വഭാവം? മഹാനായ സയ്യിദുനാ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു മജൂസിക്ക് കടം കൊടുത്തു.
മജൂസി ഇസ്ലാം മുസ്ലിം അല്ല. ഇസ്ലാം സർവ്വജനങ്ങളോടും സൗഹാർദ്ദമല്ലേ പഠിപ്പിച്ചത്. ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രതയില്ല. മാനുഷിക മര്യാദകൾ മുറുകെ പിടിച്ച് എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുക, അതല്ലേ ഖുർആനിന്റെ നിർദ്ദേശം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളെ ആക്രമിക്കാനും നിങ്ങളെ നാടുകളിൽ അടിച്ചു പുറത്താക്കാനും വരാത്ത ഇതര മതസ്ഥന്മാർക്ക് പോലും നിങ്ങൾ നന്മ ചെയ്യുക, അവരോടും നിങ്ങൾ നീതി പുലർത്തുക. ഖുർആൻ നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ബാബുൽ ഹദിയ്യത്തിൽ മുശ്രിക്കീന വഖൗലില്ലാഹി തആല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ അവിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്നതിന്റെ അധ്യായം എന്ന് പറഞ്ഞ് ഈ ആയത്ത് സഹീഹുൽ ബുഖാരിയിൽ എടുത്ത് ഉദ്ധരിച്ചില്ലേ. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, എല്ലാവർക്കും നന്മ, അതല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അതല്ലേ ഖുർആൻ സംസ്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ